കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ട്രെൻഡാണ് രേണുസുതി. രണ്ടാമത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് മൃണാൾ, ഹംഗ്രി മൃണാൾ. ഇത്രയും നാൾ നമുക്ക് മൃണാൾ ബ്ലോഗ്സിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ കടകളിൽ പോയിട്ട്, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് നവരസങ്ങളിലൂടെ അത് നമ്മളിലേക്ക് എത്തിച്ചാണ് അദ്ദേഹം ശ്രദ്ധയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കും, ചില മതപരമായ പ്രസ്താവനകളോ അങ്ങനെയൊക്കെ പറഞ്ഞ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത്രയും വലിയ ട്രെൻഡായില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡായത് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതോടുകൂടിയാണ്. ഒന്നല്ല, 2 റെസ്റ്റോറൻറ്റും, തൃപ്പൂണിത്തുറ ഇടപ്പള്ളിയും പിന്നെ ക്ലൗഡ് കിച്ചൺ, അങ്ങനെ വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കറക്റ്റ് എണ്ണം എനിക്കറിയത്തില്ല. അങ്ങനെ 3-4 പരിപാടികളുണ്ട് പുള്ളിക്ക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്. അത് തുടങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിനെ എയറിലാക്കാൻ ആളുകളോട് മത്സരിക്കുകയാണ്. അതായത് ഒന്നെങ്കിൽ രേണുസുതി അല്ലെങ്കിൽ ഹംഗ്രി മൃണാൾ. രാവിലെ രേണുസുതി, ഉച്ചയ്ക്ക് ഹംഗ്രി മൃണാൾ, വൈകുന്നേരം വീണ്ടും രേണുസുതി. അങ്ങനെയൊക്കെയാണ് പല ആളുകളുടെയും കോണ്ടന്റ് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂസ് ഉണ്ട്, നല്ല രീതിയിൽ ക്ലിക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ചെയ്യുമല്ലോ, വ്യൂസ് കിട്ടുന്ന വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യുമല്ലോ. പക്ഷെ ചെയ്ത് മറ്റേ രേണുസുതിൻ്റെ കാര്യം പറയുന്ന പോലെ അവരെക്കുറിച്ച് ചെയ്ത് ഇനി എന്താ പറയുക, അവിടുത്തെ പട്ടിയും പൂച്ചയും പിന്നെ അവിടെ ഇലയും പൂക്കളെയും എല്ലാം കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഈ രേണുസുതിൻ്റെ. അങ്ങനെ പറഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഹംഗ്രി മൃണാൾ ദാസിനെ ഇങ്ങനെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കട പൂട്ടിക്കുക എന്നാണ് പലരുടെയും ലക്ഷ്യം. ഇനി എവിടെ പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് 4 കുറ്റം പറഞ്ഞില്ലെങ്കിൽ പലർക്കും യൂട്യൂബിൽ നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പലരും മലബാർ ഏരിയയിൽ നിന്നും തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ കൊച്ചിയിലേക്ക് വന്ന് ഹംഗ്രി മൃണാൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് കുറ്റം പറഞ്ഞ് വ്യൂസ് ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ്. റിയാക്ഷൻ ചാനലുകൾ പിന്നെ ഇതുകൊണ്ട് ഉത്സവമാണല്ലോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രേണുസുതി മൃണാളാളവൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഓക്കെ, എന്താണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹംഗ്രി മൃണാൾ അല്ലെങ്കിൽ മൃണാൾ ദാസ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഓരോ ഹോട്ടലുകളിൽ പോയി ഇരുന്ന് പറഞ്ഞ് ഓരോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് കുറ്റം പറഞ്ഞു. അതിനുശേഷം ഇതേ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഇതേ ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ച് കുറ്റം പറയുമ്പോഴത്തേക്കും ഇയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇയാൾ വീഡിയോയിലൂടെ പറഞ്ഞ് ഞങ്ങളെ ചീത്ത വിളിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടുമോ? ഇയാൾക്ക് അഹങ്കാരമല്ലേ? അങ്ങനെ ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാവാൻ പാടുമോ എന്നൊക്കെയാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ഭക്ഷണമൊന്നും കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം നല്ല ഭക്ഷണമാണ്, രുചിയുള്ള ഭക്ഷണമാണ്, പിന്നെ സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിൽ അവിടെ പോർഷനായിട്ട് കിട്ടും, ചെറിയ പോർഷൻ കഴിക്കേണ്ടവർക്ക് കഴിച്ചു പോകാം, പുതിയ കൺസെപ്റ്റാണ്. പക്ഷേ അഹങ്കാരം അത് ശരിയാവില്ല. അഹങ്കാരമാണെങ്കിൽ നടക്കില്ല. ഇത് അഹങ്കാരത്തിന് കാരണം ഇവിടെ മാർക്കിടുന്നത്. ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കൊള്ളാമെങ്കിൽ കൊള്ളാം, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല. അതിനിപ്പോൾ ഈ അഹങ്കാരമുള്ളവരുടെ ഹോട്ടലിൽ ഞങ്ങൾ കയറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഇവിടെയുള്ള എത്ര ഹോട്ടലുകാരെ മുതലാളിമാരെ അറിയാം? അഹങ്കാരം ഉള്ളതാണോ അഹങ്കാരം ഇല്ലാത്തതാണോ? നിങ്ങൾ നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞാൽ മുതലാളിയെ കണ്ടിട്ടുണ്ടോ? വലിയ ഹോട്ടൽ ചെയിനുകാരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര ഹോട്ടൽ മുതലാളിമാരെ കണ്ടിട്ടുണ്ട്? ഈ മെസ്സുകളിലും ചെറിയ ചെറിയ ഹോട്ടലുകളിലും ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന മുതലാളിയെ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വലിയ ഹോട്ടൽ ചെയിനിലെ മുതലാളിമാരൊന്നും കണ്ടിട്ടില്ലല്ലോ. അവർക്ക് അഹങ്കാരികളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ഇപ്പം ജിയോ, നമ്മുടെ മുകേഷ് അംബാനി അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിം ഉപയോഗിച്ച് നിങ്ങൾ ഫോൺ വിളിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ഇപ്പം ടാറ്റേൻ്റെ മുതലാളി, അല്ലെങ്കിൽ മാരുതിൻ്റെ മുതലാളി, അല്ലെങ്കിൽ കിയാൻ്റെ മുതലാളി, അല്ലെങ്കിൽ ടെസ്ലേൻ്റെ മുതലാളി ഒക്കെ അഹങ്കാരികളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വാഹനം മേടിക്കാതിരിക്കുമോ, ഉപയോഗിക്കാതിരിക്കുമോ? എന്തോ നാടേ ഇത്. ഒരാളെ അങ്ങോട്ട് തകർക്കാൻ കിട്ടുന്ന അവസരം ഇങ്ങനെ ഇരുന്ന് തകർക്കുക. കട അങ്ങ് അടച്ച അയാൾ നാളെ വഴിയാതാരായി റോട്ടിൽ കൂടെ നടന്ന് ഈ യൂട്യൂബ് ചാനലിന് മുമ്പിൽ വന്ന് ഇങ്ങനെ തെണ്ടി കുത്തുവാള എടുത്തൊരു വീഡിയോ ഇടുന്ന കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, താല്പര്യം, സന്തോഷം. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കേരള ജനത കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യമാണ്, ഇദ്ദേഹം കുറേ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ച് പിന്നെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ കുറ്റം പറഞ്ഞതായിരിക്കില്ല, ഉള്ള കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ആ ഹോട്ടൽ മുതലാളിമാരൊന്നും വന്നിട്ട് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ പുച്ഛിക്കുകയോ അഹങ്കാരം കാണിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. അവർക്കൊന്നും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ലായിരിക്കും, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ വന്നില്ല. ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ്, ഇദ്ദേഹമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി, ഇദ്ദേഹം കൊടുക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ഇയാൾക്കൊരു വിശ്വാസമുണ്ട് നല്ലതാണ് എന്ന്. ഒന്നും അല്ലെങ്കിൽ ഇത്രയും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചല്ലേ, അപ്പോൾ തീരെ മോശമൊന്നാവാൻ വഴിയൊന്നുമില്ല. അപ്പോൾ ആ ഭക്ഷണം മോശമാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ചാനലുള്ളതുകൊണ്ടല്ലേ പറയുന്നേ, മറ്റൊരു ചാനലുണ്ടെങ്കിൽ മറ്റൊരു പറഞ്ഞാലേ അതിപ്പോൾ ഇത്രയും വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങളവിടെ കാശ് കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ടല്ലേ കുറ്റം പറയുന്നേ, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത്. എന്താ ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ഇത് ചോദിക്കുന്നത് ആരാന്നറിയോ? ഇവരൊരു വെട്ടുക്കിളികളാണ്. ഇതേ ആളുകൾ തന്നെയാണ് 150 രൂപേൻ്റെ സിനിമ ടിക്കറ്റ് എടുത്തിട്ട് ആ സിനിമയിൽ ഇരുന്ന് ചീത്ത പറയുന്നത്. ആ സിനിമയിൽ അഭിനയിച്ചവരെയും അവരുടെ അപ്പനും അമ്മേനെയും എല്ലാവരെയും ചീത്ത വിളിക്കുന്നു. ആലോചിച്ച്. ഇനി ഈ പറയുന്നവരുടെ വീഡിയോയുടെ അടിയിലങ്ങനെ നിങ്ങൾ പോയി നിങ്ങൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്മാർ നല്ല പച്ചക്കറി പറയും. അതായത് എനിക്കൊരു നെഗറ്റീവ് കേൾക്കാൻ പാടില്ല, ബട്ട് ഞാൻ എല്ലാവരും ചീത്ത പറയും, ഞാൻ എല്ലാവരും നേർവഴിക്ക് നയിക്കുന്ന ആളാണ്, ഞാനാണ് ഇവിടുത്തെ ഒരു പുണ്യാണ് എന്ന് ഒരാളല്ലാട്ടോ ഒരുപാട് ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ
ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. കഷ്ടം എന്നല്ലാതെ മറ്റൊരു വേർഡ് ഇതിലില്ല. പൊതുവായിട്ട് ഞാൻ ഈ ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയി ഭക്ഷണം കഴിച്ച യൂട്യൂബ് ചാനലുള്ള ആളുകൾക്ക് മാത്രമേ പരാതിയുള്ളൂ. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ ഇല്ലല്ലോ, അതുകൊണ്ട് മോശം പറയും. അവിടെ പോയി ഭക്ഷണം കഴിച്ച യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല അഭിപ്രായമാണ്. കമൻറ്റ് നിങ്ങൾ നോക്കേ വേണ്ട. കാരണം കമൻറ്റുകാർക്ക് ബഹുഭൂരിഭാഗം ശതമാനം ആളുകൾക്കും തലയില്ല, വാലില്ല, ഒന്നുമില്ല. അവർക്ക് ആരായാലും മതി, ആരെ കിട്ടിയാലും അവർ തീർക്കും.